ചേട്ടാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചറെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതെ. എന്തായിരുന്നു ആ ടീച്ചറുടെ സ്റ്റോറി? മുസമിൽ ഓർമ്മയുണ്ടോ? നമ്മളൊരു കുറച്ച് മുമ്പ് ഒരു ഷോർട്സ് ചെയ്തത്, ഏതൊരു ബന്ധത്തിലും പരിഗണനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട്. ആ ഷോർട്സ് ചെയ്തതിന് ശേഷം ഒരുപാട് പേർ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പം ആ കൂട്ടത്തിലൊരാളാണ് ഈ ടീച്ചർ. ടീച്ചർ കുറേ കാലത്തിന് ശേഷം ഒരു കോളേജ് അലൂമിനി മീറ്റിന് പോകുന്നു. പഠനകാലത്തെ പഴയ ക്രഷിനെ കണ്ടുമുട്ടുന്നു. ടീച്ചറുടെ വിവാഹ ജീവിതത്തിൽ സന്തോഷങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നു. അത് പിന്നീട് ഒരു ആഴത്തിലുള്ളൊരു ബന്ധമായി മാറി എന്നുള്ളതാണ് ടീച്ചറുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടത് നോർമലാണോ എന്നുള്ളതാണ് ടീച്ചറുടെ ആദ്യത്തെ സംശയം. ശരിക്ക് അത് നോർമൽ തന്നെയാണോ കേൾക്കുമ്പോൾ? നോർമൽ എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ അതിൽ അബ്നോർമലായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം രണ്ടുപേരും കല്യാണം കഴിച്ചവരാണ്, ഫാമിലിയൊക്കെ ഉള്ളവരാണ്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ശരിയാണ്. അതിൽ ഇമോഷണൽ ഫാക്ടേഴ്സ്, ഇമോഷണൽ വാലിഡേഷൻ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ ഫിസിക്കൽ ആസ്പെക്ട്സ്, ഇതിങ്ങനെ 4 കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇമോഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആദ്യകാലത്തെ പ്രണയം, അതല്ലെങ്കിൽ ദീർഘകാലം മുമ്പേ ഉള്ളൊരു പരിചയം, അല്ലെങ്കിൽ ഒരു സൗഹൃദം, ഒരു വളരെ അടുത്ത ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്ന 2 വ്യക്തികളുടെ ഇടയിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധം സജീവമായിട്ട് നിലനിൽക്കും. അവരൊരു പക്ഷേ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലൊക്കെ ചെന്നുപെട്ടിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ്, അതൊരു ഒരു ഒരു ഫൗണ്ടേഷൻ പോലെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. പിന്നെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മൾ പരിചിതത്വം എന്ന് പറയില്ലേ, നമ്മൾ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് നമ്മളെ അടുത്തറിഞ്ഞിരുന്ന ഒരാളെ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉള്ളൊരു തരം അത് ഭയങ്കരമായിട്ടൊരു ആശ്വാസം ഉണ്ടാവും. അതോടൊപ്പം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും. നമ്മളൊരു കംഫർട്ട് സോണിൽ വന്നെത്തിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ളൊരു ഇമോഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരാളെ, പ്രത്യേകിച്ച് പഴയ ക്രഷിനെ, പഠനകാലത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു ക്രഷിനെ നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴും ആ ഒരു ആശ്വാസവും അതോടൊപ്പം ഒരു എക്സൈറ്റ്മെൻറ്റും അവർ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഒന്ന് പറയുന്നത് ഇമോഷണൽ വാലിഡേഷനാണ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ഇതിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. വിവാഹ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാത്തൊരു അംഗീകാരം, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നിങ്ങനെയൊക്കെ നമ്മൾ വളരെ കാലം മുമ്പ് അറിഞ്ഞിരുന്ന ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ഇമോഷൻസിനെ ആ ഒരാൾ വാലിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ഇമോഷണൽ വാലിഡേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടറാണ്. സൈക്കോളജിക്കൽ ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഞാൻ പൊതുവേ പറയും, ഒരു ഫോർബിഡൻ അട്രാക്ഷൻ എന്നുള്ളൊരു പദം, ഒരു ഫ്രേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അധ്യാപകരോ മാതാപിതാക്കളോ ആരൊക്കെ മുതിർന്നവരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എന്താണ് സാധാരണ അതിൽ സംഭവിക്കാറ്? നമ്മളത് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവും, ഒരു അഭിവാഞ്ച നമുക്കുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളൊരു ഫോർബിഡൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ശരിയല്ലാത്തൊരു ബന്ധത്തിൽ ചെന്ന് ചേരുമ്പോഴും, ഇത് ശരിയല്ല എന്ന് നമുക്ക് അറിയുമ്പോഴും അത് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആവേശത്തോട് കൂടിയിട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ഈ ഫോർബിഡൻ അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഇമോഷൻസ്, ഈ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇത്തരം ബന്ധങ്ങളിൽ നിത്യേന എന്തായാലും കാണുകയുണ്ടാവുന്നില്ല. അവർ വല്ലപ്പോഴും, അല്ലെങ്കിൽ വീക്കിലി, അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിലൊരു കൂടിക്കാഴ്ചയും അതുപോലെ ആശയവിനിമയമൊക്കെ. ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ ഉണ്ട്, ഫോണിലൊക്കെ സംസാരം നടക്കുന്നുണ്ടാവും. എന്നാൽ പോലും നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇടവേളകൾക്ക് ശേഷമായിരിക്കും. അപ്പം ഈ ഇടവേള എന്ന് പറയുന്നത് എന്താണ്? കാത്തിരിപ്പാണ്. അപ്പോൾ കാത്തിരിപ്പും ശരിക്കും ബന്ധങ്ങൾ ഭയങ്കരമായിട്ട്, ബന്ധങ്ങളല്ല, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടും, സ്ട്രോങ് ആക്കും. അപ്പം അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ഈ കാത്തിരിപ്പ് ഇവരുടെ ഒരു ഇമോഷൻസിനെ സ്ട്രോങ് ആക്കുന്ന പറയുന്ന പോലെ തന്നെയാണ്. ദൈനംദിന ജീവിതത്തിൽ നിന്ന് മാറി, ഇപ്പം ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അധ്യാപകനോ അധ്യാപികയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഡെയിലി ലൈഫ് റോളിൽ നിന്ന് മാറി ഒരു പഴയ ഞാനായിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു മറ്റൊരു വ്യക്തി മുമ്പിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് സ്വാഭാവികമായിട്ടും അടുപ്പം തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നീടുള്ളത് ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ്. ഫിസിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നോട് സൂചിപ്പിച്ചതനുസരിച്ച് അവർ മാസത്തിലൊരു തവണയൊക്കെ കാണുകയും അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും അതുപോലെ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നതും മനുഷ്യൻ്റെ ഇടയിൽ നമ്മുടെ ശരീരത്തിനകത്ത് ബോണ്ടിങ് ഹോർമോൺസ് ഉണ്ടാക്കും.
അപ്പം ബോണ്ടിങ് ഹോർമോൺസ് ഉണ്ടാക്കപ്പെടുമ്പോഴെന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു ആകർഷണം ഉണ്ടാവുന്നതും അടുപ്പം തോന്നുന്നതും നോർമലാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നോർമൽ അല്ല, അബ്നോർമൽ അല്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ ഈ കണക്ഷൻ ഇവിടെ ഉണ്ടാകുന്ന ഈ കണക്ഷൻ ശരിയാണെന്നാണോ ശരിയായിട്ടും പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. പ്രണയം അല്ലെങ്കിൽ സൗഹൃദം, അതുമല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു ബന്ധവും വ്യക്തിനിഷ്ഠമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്, മുസമ്മിലിനോട് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഇത് സ്വാഭാവികമെന്നാണ്, സുരക്ഷിതമെന്നല്ല. അത് നാച്ചുറലാണ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ നാച്ചുറലായിട്ട് ഈ ബന്ധം ഉണ്ടായതിൽ ഒരു സ്വാഭാവികതയുണ്ട്. പക്ഷേ അത് സുരക്ഷിതമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂടുതലായും ഒരു വ്യക്തിൻ്റെ ഇടയിൽ, ഒരു വ്യക്തിൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും, ആശങ്കയുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും, ആശങ്കയുണ്ടാവും, പിടിക്കപ്പെടുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതുമല്ലെങ്കിൽ കുട്ടികൾ, അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ബാധിക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്രയാസം അവർ നിരന്തരം അനുഭവിക്കുന്നുണ്ടാവും. അതിന് പുറമെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി എപ്പോഴും ഉണ്ടാവും. നമ്മളെ ഒരു ഇമോഷണൽ വെൽബീയിങ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു വ്യക്തിനെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം അവരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും എല്ലാ സമയത്തും ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടീച്ചറായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മുസമ്മിലോ ഈ രീതിയിലുള്ള ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ നടക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റാണ്. നമ്മളുടെ ആഗ്രഹങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. അത് ഒരു നിരന്തരമായ ഒരു ആന്തരിക സംഘർഷമായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷൈജേട്ടൻ്റെ മറുപടി കേട്ടിട്ട് ടീച്ചർ ഈ ബന്ധം തുടരുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യുകയാണ് ചെയ്തത്? മുസമ്മിലിന് ഇത് അത്ര എളുപ്പം മനസ്സിലാവണമെന്നില്ല. ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പറയുന്നത് കേട്ടിട്ട് ടീച്ചർ എന്നല്ല ആരും തന്നെ ഇത്തരം കാര്യങ്ങളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നില്ല. അവരിത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് തന്നെ ശരിക്ക് ഇമോഷണലി അവർ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇതിന് പുറമെ വേറെയും കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, അവരുടെ വിവാഹ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തി കാരണം അവർ കണ്ടെത്തിയ മറ്റൊരു ബന്ധത്തിലുണ്ടായ അതൃപ്തിയെ കുറിച്ചിട്ടാണ് അവർ കൂടുതലായിട്ടും എന്നോട് സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ അവർ നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങളൊക്കെ അവർ എന്നോട് പറയുകയുണ്ടായി. അതൊക്കെ ഞാൻ കൗതുകപൂർവ്വം കേൾക്കുകയും എൻ്റെ തോട്ട്സ് ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അവർ നേരിട്ട കൂടുതൽ അനുഭവങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.